അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളിന്ന് ഏറുവാടി യാത്രയിലാണുള്ളത്. ഏറുവാടിയിലേക്കുള്ള യാത്ര മധ്യേ നിസ്കരിക്കാൻ വേണ്ടി പള്ളി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ കാണുന്ന ഒരു ബോർഡ് ഞങ്ങൾ കണ്ടത്. ഇത് ഏകദേശം ഡിണ്ടിഗൽ അടുത്തുള്ള തോമിയാർപുരം എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കാറിലിങ്ങനെ പള്ളി ഇങ്ങനെ തിരഞ്ഞ് കാണുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ പോകുന്ന സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് കണ്ടതാണ് ഈ ഒരു സ്ഥലം. അങ്ങനെ തോമിയാർപുരം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ജമാലിയ ജുമാ മസ്ജിദ് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി സൈഡാക്കി നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ. അങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പുരാതനമായ ഒരു പള്ളിയും തൊട്ടടുത്ത് മറ്റൊരു ബിൽഡിങ്ങും ഒക്കെ ഇവിടെ കാണാനിടയായി. അപ്പോൾ പണ്ടുകാലം മുതൽക്കേ ദർസ് മതപഠന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിനുള്ളിൽ 2-3 മക്ബറകളും കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഒരു യാത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടത്തിയ ഒരു യാത്രയാണ്. വീഡിയോ ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ അന്ന് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്റെ പേരൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിപ്പോൾ ഓർമ്മയില്ല. ഈ ഒരു ദീനി സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, ഈ ഒരു നാടുമായി ബന്ധപ്പെട്ട വലിയ മഹത്തുക്കളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാന്മാർ. ഏതായിരുന്നാലും യാദൃശ്ചികമായി എത്തിപ്പെട്ടതാണ്. ഇവിടുന്ന് ളുഹൂറും അസ്റും സംസ്കരിച്ച് അതോടൊപ്പം തന്നെ ഈ മഹാന്മാരെയൊക്കെ സിയാറത്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ ഏറുവാടിയിലേക്ക് യാത്ര തുടർന്നത്. അപ്പോൾ ഇതുവഴി ഏറുവാടിയിലേക്ക് സിയാറത്തിന് പോകുന്ന ആളുകൾക്കൊക്കെയും നിസ്കരിക്കാനും അതുപോലെ തന്നെ ഒന്ന് വിശ്രമിക്കാനും അതോടൊപ്പം തന്നെ സിയാറത്ത് ചെയ്യാനൊക്കെ പറ്റിയ വലിയൊരു സ്ഥലമാണിത്. വലിയ ഒരു ദീനി പരമായ അറിവുകൾ, മതസ്ഥാപനങ്ങൾ, മതപഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പുരാതനമായ ഒരു ബിൽഡിങ്ങും കെട്ടിടമൊക്കെയാണ്, പള്ളിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അല്ലാഹു തആല നമ്മുടെ ഈ സിയാറത്ത് യാത്രകളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും നമുക്കിവിടെ നിന്ന് സിയാറത്ത് ചെയ്തിട്ട് പോകാം. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ രാജസയ്യിദായ അള്ളാഹ്, പടച്ചവൻ ഞങ്ങളുടെ സിയാറത്തുകളൊക്കെ നീ കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ യാത്രകളൊക്കെ നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങൾ ഓതിയ ഖുർആൻ ഷരീഫിനെ കബൂലാക്കണേ അള്ളാഹ്. ഇതിൻ്റെ എല്ലാം മിസ്ൽ സവാബ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിലേക്ക് നീ എത്തിക്കണേ അള്ളാഹ്. അതുപോലെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുടെ അർവാഹകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹത്തുക്കളുടെ ഈ ഹദറാത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന്മാരുടെ ദറജകളെ നീ ഉയർത്തണേ അല്ലാഹ്. മദദും നസറും നദറും സഹായവും കാവലും പൊരുത്തവും തിരുനോട്ടവും സാധുക്കളായ ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നീ നൽകണേ അല്ലാഹ്. മഹാന്മാരോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാഹ്. അതുവഴി ഞങ്ങളുടെ ഖൽബും ജീവിതവും മനസ്സൊക്കെ നീ നന്നാക്കി തരണേ അല്ലാഹ്. പടച്ചവൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അല്ലാഹ്. എല്ലാ ആഫാത്ത് മുസീബത്തുകളെ തൊട്ടുകാക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ പലരും രോഗികളാണ്, നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള ഖൈറായ ഉദ്ദേശങ്ങളെ മുഴുവനും നീ ഹാസുലാക്കി തരണേ അല്ലാഹ്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ കൺകുളിർമയുള്ള സ്വലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ബറക്കത്തുള്ള ജോലി നൽകണേ അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും നീ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്.
അള്ളാഹുവെ ഏതെല്ലാം നിലക്ക് ആരെല്ലാം പ്രയാസപ്പെടുന്നുണ്ടോ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ, അവർക്കൊക്കെയും നീ ഹൈറും ബറക്കത്തും നൽകണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവന് ഹജ്ജ് ഉംറ മറ്റു സിയാറകൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ, അവസാനം ഈമാൻ സലാമത്തായി ലോകത്തോട് വിട പറയാനും, ഈ മഹാന്മാരോടൊപ്പം നാളെ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ജിവാറിൽ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സിയാറത്ത് യാത്രകളൊക്കെ അതിനൊരു കാരണമാക്കി നീ മാറ്റിത്തരണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.